എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സാറ്റിന് നടക്കാനൊക്കെ ബാറ്റ് കളിക്കാനൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ സങ്കടമായി, മമ്മി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ഒരു വിഷമമായി. അപ്പം ഞാൻ പറഞ്ഞ് സാറ്റിനക്ക് നാളെ എന്ത് വേണം, ചപ്പാത്തി തന്നെ മതിയാ രാവിലെ, കാരണം കറിയൊക്കെ ഉണ്ടല്ലോ, ബീഫ് കറി. അപ്പോൾ ഞാൻ മമ്മി എനിക്ക് ചപ്പാത്തി മതി കേട്ടാന്ന് പറഞ്ഞ്, ഉച്ചക്കും രാവിലെയൊക്കെ ചപ്പാത്തി മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെക്കാം, ഉച്ചക്കും രാവിലെയൊക്കെ കഴിക്കാമല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരി അത് കേട്ടിട്ട് രാത്രി ഉറങ്ങാൻ പോയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഉറക്കമുണ്ടായിട്ടുണ്ടാവില്ല. മമ്മി ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് മമ്മിനെ ഹെൽപ്പ് ചെയ്യാൻ വരണം എന്നൊരു ചിന്തയിൽ ഈ കൊച്ചു കിടന്നിട്ട് കറക്റ്റ് ടൈമിലായപ്പോൾ വന്നേക്കണേന് കേട്ടോ. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് വർക്ക് കഴിഞ്ഞ് ഈ ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴച്ച് ഉരുട്ടി ഇങ്ങനെ, ഞാനിപ്പോൾ മെഷീൻ എടുത്തിട്ടില്ല കേട്ടോ, സ്റ്റാൻഡ് മിക്സർ എടുത്തിട്ടില്ല, അത് എടുക്കാതെ കൈവച്ച് തന്നെയാണ് കുഴച്ചത്. എന്നിട്ട് അത് ഉരുട്ടി ഇങ്ങനെ മൂടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കില്ലേ, ആ കറക്റ്റ് സമയത്ത് ആളെത്തി. അപ്പോൾ എനിക്ക് അതിശയം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു അയ്യോ എന്തേ അങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ മമ്മി മമ്മി ഇന്നലെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി പോയില്ലേ, അപ്പോൾ ഇന്ന് എന്തായാലും മമ്മിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പാവ അവിടെ നിന്ന് അത് പരത്താനാണ് ആദ്യം നിന്നത്. പക്ഷേ ഞാൻ പരത്താം, സാറ്റിനെ ചുട്ടെടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ പിന്നെ പരത്താൻ നിന്ന്, കാരണം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പരത്തും. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ചെയ്ത് അങ്ങനെ വേഗം പണി കഴിഞ്ഞിട്ടാണ്. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പം അങ്ങനെ ചപ്പാത്തി വേഗം ഉണ്ടാക്കി വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു വെണ്ടക്കായുടെ മെഴുക്കുവരട്ടി. അപ്പോൾ പുള്ളിക്കാരത്തി കുറേ നാളൊക്കെ പുറത്ത്, അതായത് കേരളത്തിൻ്റെ പുറത്തൊക്കെ ആയിരുന്നു അവരുടെ പപ്പയുടെ ജോലി, ഇത് മിലിറ്ററിയിലായിരുന്നല്ല. അപ്പോൾ അതുകൊണ്ട് പപ്പയുടെ ജോലിയുടെ ഭാഗമായിട്ട് പല പല സ്ഥലങ്ങളിലേക്കും. അപ്പോൾ അങ്ങനെ ഈ ബിണ്ടി എന്ന് പറഞ്ഞ സംഭവം അവരുടെ മെയിൻ ഫുഡായിരുന്നെന്നാണ് പറഞ്ഞത്, ചപ്പാത്തിയുടെ കൂടെയുള്ള കറി. അപ്പോൾ ഇങ്ങനെ ബിണ്ടി ഉള്ളതുകൊണ്ട് അത് ഇഷ്ടമാണ് മമ്മി എന്ന് പറയുമ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിൽ നിന്ന് അതും കൂടി രാവിലെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ വളരെ കുറച്ചാണ് കഴിക്കണത്. എല്ലാ ഭക്ഷണങ്ങളും കുറച്ചേ കഴിക്കുള്ളൂ, എങ്കിലും അത് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. അങ്ങനെ അതുമൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ നമ്മുടെ റിച്ചാർഡിന് ചപ്പാത്തി വെറുതെ കഴിക്കേണ്ടി വരും, കാരണം റിച്ചാർഡിന് പറ്റിയൊരു കറികളില്ല. റിച്ചാർഡിപ്പോൾ വെണ്ടക്കയും കൂട്ടില്ല, ബീഫും വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ അവന് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് മറ്റുള്ളവർ ചപ്പാത്തിയും കഴിച്ചിട്ടാണ്. അപ്പോൾ പപ്പയും ഞങ്ങളും എല്ലാവരും ചപ്പാത്തി കഴിച്ച്. അപ്പം ഞാനത് വേവിച്ച് കൊണ്ടുവന്നിട്ട് ആ മസാലയും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് സാറിൻ്റെ കൊച്ചിൻ്റെ അടുത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ അങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ സാറിനത് മിക്സ് ചെയ്തൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച്. ആദ്യം റിച്ചാൻ്റെ അങ്ങോട്ട് ആക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പപ്പക്ക് ബർത്ത്ഡേ വിഷസ് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പയുടെ ആ ഒരു സ്വഭാവത്തിനെ കുറിച്ച്, വളരെ ജെൻറ്റിൽമാൻ ആണെന്നുള്ള ആ ഒരു സ്വഭാവത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പപ്പയുടെ സ്വഭാവ രീതികൾ ഓരോന്നെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാറുണ്ട്. കാരണം ഒരു തിരക്കിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ രണ്ട് കൈ ഇങ്ങനെ കെട്ടി മുറുക്കി പിടിച്ചേ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. രണ്ട് കൈ ഇങ്ങനെ നമ്മൾ കൈ കെട്ടി നിൽക്കൂലേ, അതിങ്ങനെ കെട്ടി മുറുക്കി പിടി നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയൊന്നും പറയൂല. പക്ഷേ പിന്നീടാണ് എനിക്കത് മനസ്സിലാകുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രൗഡായിട്ടുള്ള സ്ഥലങ്ങളിൽ വെറുതെ എങ്കിലും സ്ത്രീകൾ, ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ബസ്സിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടായൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലേ. അപ്പോൾ ചില സ്ത്രീകൾ അയാളെന്നെ തോണ്ടി എന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ മേടിക്കേണ്ടി വരും, ആളുകളുടെ മുന്നിൽ ചീത്തയാണ്ടി വരും. അപ്പോൾ ഈ കൈ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ തോണ്ടാൻ സാധിക്കും, സ്ഥിരമായി കൈയും കെട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പപ്പ വളരെ ശ്രദ്ധിച്ച് നിൽക്കുന്നത് എനിക്കാണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കാർണിവലിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ, സ്ത്രീകളും എല്ലാവരും ഇടിച്ച് തിങ്ങിയാണ് നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ അവർ ഉപദ്രവിച്ചത്, പക്ഷേ പുറകിൽ നിൽക്കുന്ന നമ്മളായിരിക്കാം അവർ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൈ ഇങ്ങനെ അത് നെഞ്ചിൻ്റെ മുകളിലായിട്ട് കെട്ടിയിട്ട് പപ്പ നിൽക്കുള്ളൂ. അതൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോഴും ഇവിടെ ചിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചാണ് പപ്പ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. തൽക്കാലം ഞങ്ങളത് കളിയാക്കുമെങ്കിലും അതിൻ്റെ പിന്നിലെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് അതും നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പപ്പ സൈലൻ്റായിട്ട് നിൽക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ പറയും പപ്പ എന്താണ് മിണ്ടാത്തത്, അതിനൊരു അഭിപ്രായം പറയണമെന്ന് പറയുമ്പോൾ പപ്പ അപ്പോഴും സൈലൻ്റായിട്ട് നിൽക്കും. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ ആ ഒരു നിശബ്ദതയാണ് വേണ്ടതെന്നുള്ളത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കുള്ളൂ നമ്മളത് തിരിച്ചറിയുന്നത്. പക്ഷെ പപ്പ
പപ്പ അപ്പം ഒന്നും പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കി തരൂല. അപ്പം അതിന് ഞങ്ങളിങ്ങനെ പറയും, പപ്പ അത് ഞങ്ങളോട് തുറന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം ഞങ്ങൾക്ക് നേരത്തെ തന്നെ അത് മനസ്സിലാകൂലേ എന്ന് പറഞ്ഞാലും പപ്പ അത് നമ്മൾ കാലം ആ ഒരു മറുപടി നമുക്ക് തരുന്നത് വരെയും ആണ് നമ്മളിങ്ങനെ ഓ പപ്പ അന്ന് ചെയ്തത് ശരിയായിരുന്നല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, നമ്മൾ തിരക്ക് പിടിച്ച് ഒരു കാര്യത്തിനെയും ഇങ്ങനെ വിലയിരുത്തരുത്. കാരണം ചിലത് സമയമെടുത്തായിരിക്കുള്ളൂ നമുക്ക് അതിൻ്റെ നന്മയും പ്രയോജനവും ഒക്കെ പിടികിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പപ്പയുടെ അടുത്ത് നിന്ന് കിട്ടാറുണ്ട്. എങ്കിലും ഞാൻ പപ്പയുടെ അടുത്ത് പറയും, ഇത് ഞങ്ങളോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായതല്ലേ, ഇത് ഇത്രയും നാളിങ്ങനെ അത് കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പിടുത്തം കിട്ടിയത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പപ്പ ഇങ്ങനെ എടുത്തടിച്ച പോലെ പറയാതെ സൈലൻ്റ് ആകാറുണ്ട്. അത് സൈലൻ്റ് ആകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു സമാധാനത്തിനെ കരുതിയാണ് പപ്പ സൈലൻ്റ് ആകുന്നത്. കാരണം അവർക്ക് താമസിയാതെ അത് തിരിച്ചറിയും, അവരത് തിരിച്ചറിഞ്ഞോളും എന്ന് പപ്പക്ക് മനസ്സിൽ തോന്നുമ്പോൾ അത് സൈലൻ്റ് ആവും. കാരണം അത് ആ സമയത്ത് പപ്പ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീണ്ടും സംസാരമുണ്ടായി പ്രശ്നങ്ങൾ വഷളാകും എന്ന് പപ്പക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരെ തിരിച്ചാണ്, ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും. അപ്പോൾ രണ്ട് ഭാര്യയും ഭർത്താവും ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കുടുംബത്തിൽ വല്ല സമാധാനം ഉണ്ടാകുക. ശരിക്കും ഞാൻ ഇടയ്ക്ക് നിങ്ങളടുത്ത് പറയാറുണ്ട്, പപ്പയുടെ ആ ഒരു ക്ഷമയാണ് കുടുംബം ഇത്രയും ഭംഗിയായിട്ട് അങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം, വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഇതുപോലെ സൈലൻ്റ് ആകുന്നതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. നേരെ മറിച്ച് പപ്പ അതപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ സംസാരങ്ങൾ നടന്ന് കുടുംബം തല്ലി തകർന്നു പോകും. അപ്പോൾ അങ്ങനെ വളരെ എന്തെന്നാ പറയണത്, ഞാനത് ഇടയ്ക്ക് ചില വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പളുങ്ക് പാത്രം കൊണ്ട് നടക്കുന്നത് ആ ഒരു രൂപത്തിലാണ് പപ്പ കുടുംബത്തെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പളുങ്ക് പാത്രം താഴെ വീഴാതെ എന്തോരം ബാലൻസ് ചെയ്താണ് പിടിച്ചേക്കുന്നത്, അല്ലെങ്കിൽ താഴെ വീണാൽ പൊട്ടി തകർന്നു പോകുമെന്നുള്ളത് പുള്ളിക്ക് അറിയാം. അപ്പോൾ അതാണ് പപ്പയുടെ ഒരു പ്രത്യേകത. നേരത്തെ പപ്പ ഇവിടെ നാട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഞാൻ ഇങ്ങനെ ചപ്പാത്തി, പപ്പ അവിടുത്തെ ഭക്ഷണം കഴിക്കൂല, അവിടെ ഭക്ഷണം ഉണ്ടെങ്കിലും പപ്പക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കണ ഇഷ്ടം. അപ്പോൾ എനിക്കാണെങ്കിൽ യൂട്യൂബ് വർക്കിൻ്റെ നല്ല തിരക്കുള്ള ടൈമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറ് കൊണ്ടുപോകില്ല, അപ്പോൾ ചപ്പാത്തി തരട്ടെ, ചപ്പാത്തി കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചപ്പാത്തി വേണ്ട. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാനിവിടെ പിള്ളേർത്തോട് എന്താണ് പപ്പ ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കണേണെന്ന് തോന്നുന്നുണ്ട്, പപ്പ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിയ പപ്പ കൊണ്ടുപോകണില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ്. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടണില്ല. അപ്പോൾ ഒരു ദിവസം പപ്പ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും കയ്യിൽ ഇത്തിരി മരുന്നിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്തിൻ്റെ മരുന്ന്? അപ്പം അതെനിക്ക് പല്ലുവേദനയായിട്ട് കുറേ അധികം നാളായി, ഇതൊക്കെ നിങ്ങളുടെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പല്ലുവേദനയായിട്ട് എനിക്ക് കുറേ നാളായിട്ട്, ഒന്നാമത് ഇങ്ങനെ പോകുകയും വരെയും ചെയ്യണോണ്ട് കറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോകാനും പറ്റൂല, നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ അതുമല്ല മരുന്നിന് പോകാനും ഇഷ്ടമില്ല. അപ്പോൾ ഇയാളുടെ പല്ലുവേദന സഹിക്കാൻ അത് കണ്ട് വിഷമിച്ചിട്ട് കൂടെയുള്ളവർ ആരോ വന്നപ്പോഴത്തേക്കും അവർ പോയിട്ട് മരുന്ന് മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തേക്കണേണ്. അവർ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ പല്ലുവേദനയുടെ മരുന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കാണിക്കാതെ തന്നെ മരുന്ന് മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തേക്കണേണ്. അതുകൊണ്ടാണ് ആൾ വന്നേക്കണം. അപ്പോൾ എനിക്ക് എന്ത് വിഷമമെന്നറിയാമോ, ഈ പല്ലുവേദന കൊണ്ട് ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല, അന്നേരം എന്നോട് പറഞ്ഞൂടെ. അപ്പം അങ്ങനെയുള്ള കുറേ സ്വഭാവങ്ങൾ, അതുപോലെ ചില കാര്യങ്ങൾ ഞാനും കുട്ടികളും കൂടി ചെയ്യാൻ ഇങ്ങനെ അതങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവരെ വിളിക്കാം ഇവരെ വിളിക്കാം എന്ന് പറയുമ്പോൾ തന്നെ പപ്പ പറയും അത് വേണ്ടിട്ട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പം തന്നെ ഞങ്ങൾ പറയും പപ്പ എന്താണ് അങ്ങനെ പറഞ്ഞത്, പപ്പ ഇങ്ങനെ പഴഞ്ചനാകല്ലേ എന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ. പക്ഷേ പപ്പ പറഞ്ഞ കേൾക്കാതെ ഞങ്ങൾ എന്ത് ചെയ്താലും അതിന് പണി വിത്തിൻ ഡേയ്സ് കിട്ടിയിരിക്കും. അത് കാണുമ്പോഴത്തേക്കും ഞങ്ങൾ പരസ്പരം നോക്കോട്ടെ, ഞാനും കുട്ടികളും. അപ്പോൾ പക്ഷെ പപ്പ ഒരു കുറ്റം പറയൂല നമ്മളാ, അതായത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട എന്നിട്ട് നിങ്ങൾ ചെയ്തതല്ലേ എന്നുള്ളൊരു വാക്ക് പപ്പ പറയൂല. അതാണ് പപ്പയുടെ ഒരു പ്രത്യേകത. അപ്പം ഞങ്ങൾ അപ്പോഴും പറയും എൻ്റെ പപ്പ ഇപ്പോഴെങ്കിലും ഒന്ന് പറയ്, പപ്പ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് നിങ്ങൾക്കിത് കിട്ടിയില്ലേ, അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെന്നൊന്ന് ഞങ്ങളൊന്ന് സമാധാനിക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷെ പപ്പ അപ്പോഴും സൈലൻ്റാണ്, ഒന്നും പറയൂല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസ് ഉള്ള ആളാണ് പപ്പ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാനീ പറഞ്ഞത് എനിക്ക് ഗിഫ്റ്റ് തരുന്നില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല. അപ്പോൾ
ഇത്രയും ഗുണങ്ങൾ ആ പുള്ളിക്ക് ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ ഈ എന്താ പറയണത് പോളിഷ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ, സോപ്പിടണ പരിപാടികളൊന്നും പപ്പക്ക് അറിയാൻ പാടില്ല. ഇവ ഭാര്യയുടെ സോപ്പിടുക, മക്കളെ സോപ്പിടുക, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. പുള്ളി സ്ട്രെയിറ്റ് ആണ്, പുള്ളിക്ക് വേറൊന്നും അറിയാൻ പാടില്ല. സോപ്പിട്ടൊരു കാര്യം നേടാൻ പുള്ളിക്ക് അറിയില്ല, പുള്ളി പഠിച്ചിട്ടുമില്ല. അപ്പം അതൊക്കെയാണ് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയില്ല, ബർത്ത്ഡേ മറന്നു പോകുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് പപ്പ വിഷ് ചെയ്യാറില്ല, പണ്ടൊക്കെ പപ്പ മറന്നേ പോകും. പിന്നെ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കരയും. ഞാൻ വേറെ ആര് വിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പപ്പയല്ലേ എന്നെ വിഷ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പപ്പ ഇപ്പം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ തന്നെ പുള്ളി റിമൈൻഡർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ദിവസം പപ്പനെ ഫോൺ തന്നെ ഓർമ്മിപ്പിക്കും. അപ്പോൾ പപ്പ വന്ന് വിഷ് ചെയ്യും. അപ്പം ഞാൻ പറയും, ഇങ്ങനെ വിഷ് ചെയ്യണതിനും ഞാൻ വില കൽപ്പിക്കുന്നില്ല പപ്പ, കാരണം പപ്പ എല്ലാം ഓർത്തേക്കണത് ഫോണാണ് പപ്പനെ ഓർപ്പിച്ചേക്കണത്. അപ്പോൾ അതിലും ഞാൻ വില കൽപ്പിക്കുന്നില്ല പപ്പ എന്ന് ഞാൻ പറയും കേട്ടോ. പക്ഷേ മറ്റുള്ള ഒരുപാട് ഗുണങ്ങൾ പുള്ളിക്ക്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അത് സാരമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ളതൊക്കെ വിട്ടുകളയുന്നതും ഇങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. കമൻറ്റ് ബോക്സിലാണെങ്കിലും ഇടയ്ക്കെങ്കിലും ഞാൻ കാണാറുണ്ട്, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പപ്പ തന്നെയാണ് എന്നുള്ളത് കമൻസിൽ കാണാറുണ്ട്. അതൊക്കെ സത്യമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ പപ്പ അതൊക്കെ വായിക്കാറുമുണ്ട്. പപ്പ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് മനസ്സിൽ തന്നെ വെക്കും. എന്നെ കൊണ്ടൊന്ന് കാണിക്കരുത്, ഇത് കണ്ട ആളുകൾ എന്നെക്കുറിച്ച് എഴുതിയേക്കണം, ഇതൊന്നും പറയൂല. അതൊക്കെയാണ് പപ്പയുടെ ഒരു പ്രത്യേകത. അത് സൈലൻ്റായിട്ട് അത് വായിച്ചിട്ട് മിണ്ടാതിരിക്കുള്ളൂ, അല്ലാതെ എന്നെ കൊണ്ടൊന്ന് കാണിക്കല, അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഏതായാലും ഇന്നലത്തെ കമൻസുകളെല്ലാം വായിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ നല്ല മനസ്സുകളുടെ ഒരു വലിപ്പം തന്നെയാണ് അങ്ങനെ എഴുതാൻ സാധിച്ചത്. പപ്പയുമെല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാനങ്ങനെ പപ്പനെക്കുറിച്ച് കുറച്ച് ഇങ്ങനെ പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ മോര് ചാറും ക്യാബേജ് തോരനും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒക്കെ ഇട്ട് അങ്ങനെ. അപ്പോൾ റിച്ചാർഡിനുള്ളതുമായി ഞങ്ങൾക്കുള്ളതുമായി. റിച്ചാർഡ് ഫിഷ് ഫ്രൈക്ക് വരെ ചിക്കൻ ഫ്രൈ എടുക്കും, ഞങ്ങൾ ഫിഷ് ഫ്രൈ എടുക്കും. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഒന്നിച്ച് കഴിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ ബീഫ് കറി ഉണ്ടല്ലോ, അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ചപ്പാത്തിയോടൊപ്പം ചിക്കൻ ഫ്രൈയും കഴിക്കാമെന്നൊക്കെ, ഉച്ചക്ക് കഴിക്കാമെന്നൊക്കെ സാറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ആക്കി. അപ്പോൾ സാറിനൊക്കെ വീട്ടിൽ തന്നെ ആണ് ഇന്നിപ്പോൾ ജോലിയുള്ളത്. ഇതിപ്പോൾ തിങ്കളാഴ്ചത്തെ വ്ളോഗാണല്ലോ. അപ്പോൾ ഇനി ചൊവ്വയും ബുധനുമാണ് സാറിനൊക്കെ പോകേണ്ടത്, ഓഫീസിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബുധനും വ്യാഴമായിരുന്നു, ഇപ്പോൾ തിങ്കളും ചൊവ്വയും ബുധനും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിച്ചാർഡ് വന്ന് കുറച്ച് നേരം ഇരുന്ന് റൂബി കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച്. ഇപ്പോൾ റൂബി കുഞ്ഞ് റിച്ചാർഡിൻ്റെ അടുത്ത് സ്നേഹത്തോടു കൂടി ഇരിക്കും, എങ്കിലും ഇങ്ങനെ കാണുമ്പോൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഓടിയൊന്നും പോവില്ല. വേറെ സ്നേഹത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ റിച്ചാർഡിന് ഇത്തിരി ഹാപ്പിയാണ്. റിച്ചാർഡ് അവൾക്ക് എല്ലാവരോടും സ്നേഹമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനവിടെ പാട്ട് വെച്ചേക്കണോണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത്. ഞാൻ എവിടെ പോയിരുന്നു കഴിഞ്ഞാൽ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് ഇരിക്കുള്ളൂ. കാരണം നമ്മളുടെ മനസ്സ് ഒന്ന് ശാന്തമാകാനും സന്തോഷത്തോടു കൂടി നമുക്ക് വേഗം ജോലികൾ ചെയ്യാനൊക്കെ പാട്ട് കേട്ടാലാണ് ഒരു സുഖം എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ മൊബൈൽ ഫോണിൽ നമ്മുടെ വൈറ്റ് മ്യൂസിക് ഉണ്ടല്ലോ, യൂട്യൂബ് മ്യൂസിക് എന്നുള്ളത്, അത് വെച്ചിട്ട് ഇരിക്കും. റിച്ചാർഡ് എനിക്ക് സ്പീക്കർ മേടിച്ചു തന്നല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്പീക്കറിൽ അത് കേട്ടിട്ടിരിക്കും കേട്ടോ. ഉണ്ട് ചേച്ചി എന്തിപ്പേ? അയ്യോ, ആദ്യമായിട്ട് കാണുന്ന പോലെയൊക്കെ നോക്കണം. ഇപ്പൊ ചാടി ചെല്ലണില്ലടാ. ചേച്ചിനോട് പറഞ്ഞത് ഇങ്ങോട്ട് വരാനാ. ഇത് ചേച്ചി എന്തിപ്പേ? ഇളകാൻ തുടങ്ങി വാരി. അയ്യോടോ, ചോദിച്ചത് കേട്ടോ, കൊറേ ലേറ്റ് ആയല്ല അന്ന്. ഇല്ലപ്പാ ചേച്ചിയോട് പോയിച്ചപ്പാ, ചേച്ചി കൊണ്ടുവന്നാ, ഞാൻ ശ്രദ്ധിച്ചില്ല. ചേച്ചിയുടെ അടുത്ത് ചോദിച്ചേ എന്താണ് താമസിച്ചെന്ന് ചോദിച്ചേ. ചോദിച്ചത് കേട്ടില്ല. പാവല്ലേ എടാ, ചോദിക്കണം എടാ വിശേഷം. എന്തിനപ്പാ ചേച്ചി വന്നില്ലേ? കൊച്ചു കുറച്ച് നേരം നോക്കണതേ. ചേട്ടൻ വന്നപ്പോൾ കൊച്ചു ചേച്ചിനെ പുറകെ പ്രതീക്ഷിച്ച്, പക്ഷെ ചേച്ചി കണ്ടില്ല.
അപ്പോൾ സാറ്റിനെ കൊച്ച് വരാൻ വേണ്ടി പപ്പ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ചോറ് കഴിക്കാൻ. നേരത്തേക്ക് അറിയാല്ല നിങ്ങൾക്ക്, ആദ്യം തന്നെ കഴിച്ചിട്ട് ആൾ പോകും. എപ്പോഴും അങ്ങനെയല്ലേ, ഞാൻ എപ്പോഴും പറയും പപ്പക്ക് ആദ്യം കൊണ്ട് കൊടുക്കും, പപ്പ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോകും. ഞങ്ങളുടെ കൂടെ അങ്ങനെ ഇരുന്നൊന്നും കഴിക്കാറൊന്നുമില്ല. പക്ഷേ സാറ്റിനെ വന്നതിന് ശേഷം വെയിറ്റ് ചെയ്തിരിക്കും ആളെപ്പോഴും. എല്ലാ ഭക്ഷണത്തിനും അതെ വെയിറ്റ് ചെയ്തിരിക്കും. അണ്ട് സാറ്റിനെ വരുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കണത്. അപ്പോൾ ഞാൻ എപ്പോഴും അത് സാറ്റിനെടുത്ത് പറയട്ടെ, ആ സാറ്റിനെ വന്നതിന് ശേഷം സാറ്റിനെ നോക്കിയിരിക്കണേന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നേരത്തേക്ക് ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും പപ്പ വേഗം കഴിച്ചിട്ട് പോയി കളയൂടെ, കാരണം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കണമെന്നും പപ്പക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം എല്ലാം അനുവദിച്ചേക്കണേണ്, അതൊക്കെ പപ്പ എൻജോയ് ചെയ്യണേണ്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം, അത് പപ്പക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വ്യത്യാസം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, ഒരുപാട് വ്യത്യാസമാണ് പപ്പക്ക് വന്നേക്കണം. അപ്പോൾ ഇല്ലേ, ഇന്നത്തെ ദിവസം സാറ്റിനയുടെ മമ്മിയും കസിൻസും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പഫ്സും കട്ട്ലറ്റും റിച്ചാർഡ് മേടിച്ചിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പപ്പയുടെ ബർത്ത്ഡേയുടെ അന്നാണ് വന്നേക്കണതല്ല, അതുകൊണ്ട് സാറ്റിനയുടെ മമ്മി പപ്പയ്ക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ പായസം കൊണ്ടുവന്നിട്ട് പിന്നെ കുറേ സ്വീറ്റ്സ്, സാറ്റിനൊക്കെ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതും ശാന്തിലാലിൻ്റെ സ്വീറ്റ്സ്. അപ്പോൾ അങ്ങനെ സാറ്റിനെ കൊച്ചിന് വേണ്ടിയിട്ട് കുറച്ചധികം സ്വീറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളും കഴിക്കും കേട്ടോ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയൂലേ, ഇത്രയും സ്വീറ്റ്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനങ്ങോട്ട് കഴിക്കും. ഞാനിപ്പോൾ എൻ്റെ മക്കളുടെ അടുത്തും പറയും, എൻ്റെ മുന്നിൽ സ്വീറ്റ്സ് കാണിക്കല്ലേ, ഞാനതൊക്കെ തിന്ന് ആകെപ്പാടെ അലമ്പാകും കേട്ടോ എന്നൊക്കെ ഞാനിങ്ങനെ പറയും കേട്ടോ. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് സ്വീറ്റ്സ് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സാറ്റിനയുടെ മമ്മി കുറച്ച് എന്താണ് ഈ ഉരുളക്കിഴങ്ങ് ബജിയില്ലേ, പൊട്ടറ്റോ ബജി, അതുകൂടി റിച്ചാണ്ട് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അങ്ങനെ അത് കൂടിയിട്ട് മേടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ വന്ന് അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ പോയിട്ടാ. അത് അത്രേ ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ അവരെങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല, കാരണം അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവരെ കാണിക്കാത്തത്. അപ്പോൾ അതാണ് ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് പോയി. അങ്ങനെ ഇപ്പോൾ ഈ കർക്കിടകത്തിൻ്റെ അത് പറയണമല്ലോ, കർക്കിടകത്തിന് അങ്ങനെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കൂടിയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനില്ലേ കുറച്ച് ഡ്രസ്സ് മേടിച്ച് ഞാൻ കാണിച്ചതാണ്. ഇത് എനിക്ക് മേടിച്ചതല്ല, സാറ്റിനെ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ചിലത് സാറ്റിനക്ക് പാകമില്ല, ഒരു 4 എണ്ണം എടുത്ത് 3 എണ്ണം തിരിച്ച് വിട്ട്. എനിക്ക് അളവറിയില്ല സാറ്റിന്. അപ്പോൾ എക്സലും എടുത്ത് ലാർജും എടുത്ത്. അപ്പോൾ സാറ്റിൻ്റെ അളവ് ലാർജാണ്. അപ്പോൾ എക്സൽ എടുത്തതൊക്കെ തിരിച്ച് വിട്ട് അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ജീൻസിനിടുന്ന ടോപ്പുകളും അതുപോലെ ഈ ബോഡിക്കോൺ ടോപ്പുകൾ അങ്ങനെ 2-3 ഞാൻ എടുത്ത്. അതിൽ ഈ ഒരു ടോപ്പ് ഒട്ടും പറ്റേണ്ടതില്ല, എനിക്ക് നോക്കിയിട്ട് എനിക്കും ഭയങ്കര വലുത്. ഇത് ലാർജാണ്, പക്ഷേ ഇത് എനിക്ക് പോലും ഭയങ്കര വലുത്. അപ്പോൾ ഇത് അത്ര ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഞാൻ. അതിൻ്റെ എംബ്രോയ്ഡറിയും വർക്കുകളൊക്കെ ഭയങ്കര അത്രയും മനോഹരം. പക്ഷേ ഇട്ട് കഴിഞ്ഞിട്ട് ഒട്ടും തന്നെ കഴുത്തൊക്കെ ഭയങ്കര വലുത്. എനിക്കൊന്നും ഓഫ് ഷോൾഡർ പോലെ കിട്ടാൻ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര വലുതാണ്. അങ്ങനെ അത് തിരിച്ചു കൊടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്തൊരു ടോപ്പായിരുന്നു. പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്തത് ആയിട്ടൊരു ബന്ധമില്ലാത്ത ഒരു ടോപ്പാണ് അവർ വിട്ടു തന്നത്. അതുകൊണ്ട് അതും തിരിച്ച് വിട്ട്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പായിരുന്നു. നമ്മൾ വന്നത് ഇതായിപ്പോയി. അങ്ങനെ ചിലതിങ്ങനെ മാറിപ്പോകുന്നുണ്ട് അവർ അഴക്കുമ്പോൾ. അങ്ങനെ അതും അത്ര ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ അതല്ല നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാകുന്നത്. അതും ലെങ്ത്തൊക്കെ വളരെ കുറവ്. ഇതൊരു ബോഡിക്കോൺ ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല ഇഷ്ടപ്പെട്ടു. സാറ്റൊക്കെ ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതെവിടെയെങ്കിലും നമ്മളിങ്ങനെ രാത്രി ഒക്കെ ഇങ്ങനെ പാർട്ടി അങ്ങനെയൊക്കെ പോകൂലേ, അപ്പോൾ അതിനൊക്കെ പറ്റിയ ഇപ്പോൾ എന്താണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഇടാൻ കൊള്ളാം. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ എംബ്രോയ്ഡറി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ടോപ്പ് ഒക്കെ സാറ്റിട്ട് കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ ഞാൻ നിങ്ങൾക്കറിയാം ചവറ് പോലെ ഡ്രസ്സ് വാരിക്കൂട്ടി എടുക്കും ഞാൻ. പക്ഷേ ഇപ്പം എനിക്കില്ലേ ഒരെണ്ണം പോലും എനിക്ക് വേണ്ടി നോക്കാൻ തോന്നണില്ല. എല്ലാം സാറ്റിനൊക്കെ വേണ്ടി നോക്കാനാണ് എനിക്ക് തോന്നുന്നത്. സാറ്റിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി മേടിക്കണതാണ് ഇഷ്ടം കേട്ടോ. സാറ്റിനൊക്കെ എപ്പോഴും കടയിൽ പോയി തുണികൾ പിടിച്ച് നോക്കി അത് ഇട്ട് നോക്കി കറക്റ്റായിട്ട് എടുക്കുന്നതാണ് സാറ്റിനൊക്കെ ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇട്ട് നോക്കാനൊക്കെ ഭയങ്കര
ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ കടയിൽ പോയിട്ട് അങ്ങനെ മേടിക്കാറില്ല. ഒരുവിധ അളവ് എനിക്ക് കറക്റ്റായിട്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. ആമസോണിലും മിന്ത്രയിലൊക്കെ നല്ല വിലയുണ്ട്. ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയും വില കുറവായിട്ട് കിട്ടുന്ന ഒരു സൈറ്റാണ്. അതുപോലെ മീഷോ ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു സൈറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. മീഷോ എനിക്ക് അളവ് പോലും കറക്റ്റായി കിട്ടാറില്ല. ചില സാധനങ്ങളൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് മേടിക്കും, അല്ലാതെ എനിക്ക് മീഷോ അത്ര ഇഷ്ടമില്ലാത്തൊരു ആപ്പാണ്. അപ്പോൾ ഇല്ലേ, ഈ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞോട്ടാ. അപ്പോൾ ഈ ടൈപ്പൊക്കെ സാറ്റക്ക് ഡെയിലി അല്ല, ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യലാന്ന് വെച്ചെടുത്തത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇതൊരു ബോഡിക്കോൺ ഡ്രസ്സാണ്. പക്ഷേ ഇത് വന്നതും ഭയങ്കര ചെറുതായിരുന്നു. അങ്ങനെ അതും തിരിച്ചു വിട്ട്. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം.